പൊക്കോ. പറ്റാവുന്ന കാഴ്ചകളൊക്കെ കണ്ട ശേഷം അവിടുത്തെ മ്യൂസിക് ബാൻഡിൻ്റെ പരിപാടി ഉണ്ട്. പക്ഷെ അത് തുടങ്ങാൻ ലേറ്റ് ആവുന്ന പറഞ്ഞുകൊണ്ട് അതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞു. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് പ്ലേസ്? സത്യം പറയട്ടെ, മസ്റ്റ് ട്രൈ വിസിറ്റ് വിസിറ്റ് ഏരിയയാണ്. നല്ല ഭംഗിയാണ് കാണാൻ, പോവാൻ തോന്നുന്നില്ല. നല്ല ഒരു ആംബിയൻസ് ആണ്. പിന്നെ കാമൻ ക്വയറ്റ്, തണുപ്പാണ്. പിന്നെ അതേപോലെ കുറച്ച് വിത്തുകളും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതും അതേപോലെ തന്നെ കുറച്ച് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസും അങ്ങനെയൊക്കെയുള്ള സ്ഥലം ഉണ്ടായിരുന്നു പർച്ചേസ് ചെയ്യുന്നവർക്ക്. പിന്നെ ലൈറ്റും കൂടെ വന്നപ്പോൾ കുറച്ചുകൂടെ നൈറ്റ് വ്യൂ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. ലൈറ്റൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ചൊരു എന്താ പറയുക, നമ്മളൊരു നാച്ചുറൽ ലൈറ്റിങ്ങിൻ്റെ കൂടെ അവരുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കൂടെ വരുന്ന സമയത്ത് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കൂടെ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ നൈറ്റിൽ പോവുകയാണെങ്കിലും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. രാവിലെ പോകുന്ന സമയത്ത് ചെടികളെ കുറച്ചുകൂടെ എൻജോയ് ചെയ്യും. അല്ലാത്തപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ലൈറ്റ്സിൻ്റെയൊക്കെ ഒരു അപ്പിയറൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ മേ ബി ഇന്ന് ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റിനായിരിക്കും ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നമുക്ക് പോകാൻ പറ്റുവാണെങ്കിൽ പോയി കാണുക. അപ്പം നമ്മൾ ന്യൂ ഇയറിൻ്റെ മുന്നേ ആയിട്ടാണ് ഇവിടെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ കയറുന്ന സമയത്ത് കണ്ട ഒരു വ്യൂവേ അല്ല നൈറ്റിലേക്ക് വരുന്നത്. കുറച്ചുകൂടെ നല്ല ഐ ക്യാച്ചിങ് ആയിട്ടാണ് തോന്നിയത്. കാരണം ആ ലൈറ്റ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക ഈ സ്പോട്ട്. പിന്നെ അതേപോലെ ഒന്ന് ചെടിയൊക്കെ വാങ്ങാൻ പുറത്തുനിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ നല്ല റേറ്റാണ് കേട്ടോ, കത്തിയാണ്. ഇപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങാണ്. ഇവിടെ അത്യാവശ്യം കുറേ സമയം കാണാനുണ്ട് ഗായ്സ്, എന്ത് ഭംഗിയാ കാണാനൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് നടന്ന് കാണാനുണ്ട്. ലാസ്റ്റിലേക്ക് മ്യൂസിക് കേൾക്കാനും അതിന് കുറേ സമയം വേണം. പിന്നെ അമ്മ കുറച്ച് ചെടികൾ വാങ്ങി. പിന്നെ ബാക്കിൽ എല്ലാവരും വരുന്നുണ്ട്. ഇവരൊക്കെ കൂടാവുന്നവർ തന്നെയാണ്. അപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് ഇറങ്ങാം. ഇനി നേരെ മാനാഞ്ചിറയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുക. അവിടുത്തെ ബ്ലോക്കൊക്കെ ഉണ്ടാവും അറിയില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ബൊട്ടാണിക്കൽ ഗാർഡനോട് വിടാം. നമ്മളിനി മാനാഞ്ചിറയ്ക്ക് പോവാണ് ഗായ്സ്. ഗൈസ്, നമ്മളിനി നേരെ മാനാഞ്ചിറയ്ക്കാണ് പോകുന്നത്. മാനാഞ്ചിറയ്ക്ക് പോവാണ്. അവിടെ കുറച്ച് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാം. അവിടുന്ന് നേരെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ മാനാഞ്ചിറയ്ക്കാണ് പോയത്. അവിടുത്തെ കുറച്ച് ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ഇവരെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ടായിത്തെരുവ് വഴിയാണ് പോയത്. പിന്നെ മുട്ടായിത്തെരുവിൻ്റെ കാഴ്ചകൾ അറിയാമല്ലോ, കൂട്ടുകാരന് ഓരോരുത്തർക്കും സുപരിചിതമാണ്. നല്ല രസമാണ് ലൈറ്റിംഗ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്ത് അവളുടെ ഫാദറാണെങ്കിൽ ക്യാമറ എടുത്ത് ഫുള്ള് അവിടെ തൊട്ട് പകർത്തരാം. ഇത് കഴിഞ്ഞപ്പോൾ ആളുടെ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടാവും മിക്കവാറും. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മാനാഞ്ചിറ കയറിയപ്പോൾ ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ഗ്ലോബ് ഷേപ്പിലും പിന്നെ അതുപോലെ പോളാർ ബിയറിൻ്റെ ഷേപ്പിൽ ഡൈനോസോറിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛനെയും അമ്മയൊക്കെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അവരുടെ കൂടെ കുറച്ച് റിലേറ്റീവ്സും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇതേപോലെ തന്നെ ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഞാൻ ഇതിൻ്റെ മുന്നേ കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ സമയത്ത് വിസിറ്റ് ചെയ്തപ്പോൾ ഇതേപോലെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്തിട്ടുള്ള വർക്ക്സൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. ഫാദറും മദറും കുറേ നടന്ന് കാണാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് സ്റ്റേജിലായതുകൊണ്ട് അവർക്കത് കവർ ചെയ്യാൻ പറ്റില്ല. മാക്സിമം ഒരു കുറച്ച് സമയം അവിടെ ഇരുന്ന് കണ്ടു. നമ്മൾ രണ്ടുപേരും ഫുള്ളൊന്ന് കറങ്ങി അവിടെ ഫുള്ള് അത്യാവശ്യം പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇനി നെക്സ്റ്റ് ടൈം ഈ സമയം നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെയും കൂടെ ഒരു ദിവസം, അതായത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ അന്നത്തെ ദിവസം കൂടെ നിങ്ങൾക്കിത് കാണാൻ പറ്റും. പറ്റുകയാണെങ്കിൽ ഈ പ്രാവശ്യം തന്നെ വിസിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമെങ്കിലും വിസിറ്റ് ചെയ്യുക. 1-ാം തീയതി വരെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. പിന്നെ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്ത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, പെൻഗ്വിൻസ് ആണ് കേട്ടോ. ഇത് ബിയറിന്റെ മൂടാണ്. ഇതാണ് എൻ്റെ പോളാർ ബിയർ.
അപ്പം നമ്മൾ ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം എൻജോയ് ചെയ്തു. ഇനിയിപ്പം എന്തായാലും ന്യൂ ഇയർ ആകുമ്പോൾ ഇതിലും നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് ഇറങ്ങാം. എല്ലാവരും കുറച്ച് നേരം അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരുന്ന് വിശ്രമിച്ച് നമ്മളെ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് കറങ്ങി കുറച്ച് വിഷ്വൽസൊക്കെ നിങ്ങളെ കാണിക്കാൻ ഒന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ വരാത്തവരാണെങ്കിൽ ഡിസംബർ 31 മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ യു ഗൈസ് ഹാവ് ടു വിസിറ്റ് ദിസ് പ്ലേസ്. വർത്ത് ഇറ്റ്. യെസ്, വർത്ത് ഇറ്റ്. നിനക്ക് ഇഷ്ടമായില്ലേ? ഒരുപാട് ഇഷ്ടമായി. അപ്പം അച്ഛനും അമ്മയൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്തു. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാം. അങ്ങനെ അവിടുന്ന് ഒരു കൂട്ടം ആൾക്കാർക്കിടയിലൂടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ക്യാമറയിലും കുറേയൊക്കെ പകർത്തിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ നേരെ ആര്യഭവനിലോ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ചപ്പാത്തി ഗോബി മഞ്ചൂരിയനാണ് കഴിച്ചത്. വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെന്താ, നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പം കുഞ്ഞൊരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ചിൽഡ്രൻ ടേക്ക് കെയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.